നമസ്കാരം. ഞാൻ ഇന്ത്യൻ മാർഷൽ കളരിമർമ്മ ഗുരുകുലത്തിലെ കണ്ണാടൻ മാഷാണ്. ഇതുവരെ തന്നിരുന്ന മർമ്മപ്രയോഗങ്ങളിലെല്ലാം വ്യത്യസ്തമായ മർമ്മപ്രയോഗങ്ങളാണ് തന്നിരുന്നത്. ഇന്ന് തരാൻ പോകുന്നത് കണ്ണുന്തി മർമ്മം. അത് ഞാൻ പക്ഷേ നാസി മർമ്മം രണ്ട് പൊളിക്കുന്നത് ഒരു 10-30 മാസം മുമ്പായിട്ട് ഞാൻ തന്നിട്ടുണ്ട്. അത് മൂക്കിൻ്റെ ദ്വാരങ്ങളിൽ രണ്ടിലും വിരൽ കടത്തി നാസി മർമ്മം പൊളിച്ചെഴുതുന്നതാണ്. ഇത് നമുക്കതല്ല, ഇത് കണ്ണുന്തി മർമ്മം. കണ്ണുന്തി മർമ്മത്തിൽ നേരെ ഇവിടുന്നല്ല കുത്തണം, ബാക്കിൽ നിന്ന് വേണം കണ്ണുന്തി വിരൽ രണ്ടും കണ്ണിനുള്ളിലേക്ക് കടക്കുകയാണ്. അപ്പോഴാണ് കണ്ണ് വെളിയിലേക്ക്. ഇതിപ്പോൾ നമ്മൾ കൂട്ടുകാരെല്ലാം എൻ്റെ ശിഷ്യന്മാരെല്ലാം എൻ്റെ മക്കൾ തന്നെയാണല്ലോ. അതുപോലെ ഞാൻ അവരുടെ കണ്ണ് കേടാക്കില്ല. പക്ഷേ വിരൽ എവിടെയാണ് ടച്ച് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണാം. ഞാനിവിടെ 2 വിരലാണെങ്കിൽ നിങ്ങൾക്ക് 3 വിരൽ ഉപയോഗിക്കുമ്പോൾ ഒരു കാരണവശാലും പ്രസ് ചെയ്യാൻ പാടില്ല. കണ്ണ് വെളിയിൽ ചാടിയ ബുദ്ധിമുട്ടാവും. കണ്ണ് വെളിയിൽ ചാടാൻ നോക്കി ഇത് ഇവിടെയാണ് കണ്ണുന്തി മർമ്മ സ്ഥാനം. ഇതിലാണ് കുത്തുന്നത്. അപ്പോഴാണ് കണ്ണ് വെളിയിലേക്ക് വരുന്നത്. എന്താണ് ഈ മർമ്മസ്ഥാനത്തെക്കുറിച്ച്, കണ്ണുന്തി മർമ്മസ്ഥാനത്ത് എന്താണെന്ന് അറിയണ്ടേ? അതേക്കുറിച്ച് നമ്മുടെ പുസ്തകത്തിൽ നിന്ന് വിവരങ്ങൾ കിട്ടുന്നുണ്ട്. നോക്കിയോളൂ. കേട്ടോ മോനെ, വായിച്ച്. കണ്ണുന്തി മർമ്മം. കണ്ണുകൾക്ക് മുകൾ ഭാഗത്ത് പുരിക മർമ്മത്തിന് നേരെ താഴെയാണ് ഈ മർമ്മസ്ഥാനം. ഇതാണ് മർമ്മം. കണ്ടോ, പുരിക ഇതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ തൊട്ട് കാണിച്ച് ഇവിടെയാണ് നമ്മുടെ വിരൽ കയറ്റാൻ പോകുന്നത്. അപ്പോഴാണ് കണ്ണ് വെളിയിലേക്ക് വരുന്നത്. അതിൽ ക്ഷതമ്പത്ത് എന്താ സംഭവിക്കുക? ഈ മർമ്മത്തിന് ക്ഷതമേറ്റാൽ കണ്ണ് വെളിയിൽ ചാടുന്നു, തല ചുറ്റും അത്യുഷ്ണം. ഈ 3 കാര്യങ്ങൾ നടന്നിരിക്കും. പക്ഷെ മരണപ്പെടില്ല. പക്ഷേ കണ്ണ് 2 നഷ്ടപ്പെട്ടാൽ മരണത്തിന് തുല്യമായി. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വിരൽ കയറ്റുന്ന ശ്രദ്ധ വേണം. സ്പീഡ് കൂടി ചെയ്യരുത്, ശ്രദ്ധയോടുകൂടി ചെയ്യുക. ഇത് വെട്ടുന്നയാളാണ് കുത്തുന്നത്. കണ്ടോ, കടാരയ്ക്ക് ഇത് കഴുത്ത് ചുരി മർമ്മത്തിലാണ് കുത്തുന്നത്. ഇവിടെയാണ് കുത്തു വരുന്നത്. കണ്ടോ, ഇവിടെയാണ് കുത്തു വരുന്നത്. ഇതാണ് കഴുത്ത്. ഇത് മുറിഞ്ഞു പോയ രക്തം പോലും വെളി വരാത്തൊരു മർമ്മസ്ഥാനമാണ്. ഈ മർമ്മസ്ഥാനത്താണ് കുത്തു വരുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം ഇങ്ങനെ ഒന്ന് കണ്ടോ, ഇത് താഴേക്ക് താന്ന് വരുമ്പോൾ തന്നെ ഈ കൈ കൊണ്ടുവന്ന് തട്ടി, കണ്ടോ, തട്ടി മറിച്ചു ഇങ്ങോട്ടും വിട്ടു. അടുത്ത സ്റ്റെപ്പ് വയ്ക്ക്. നോക്കിയേ, ഈ സ്റ്റെപ്പ് വെച്ചു, ഒറ്റ കറിക്കലാണ്. നോക്കിയേ, ഈ സ്റ്റെപ്പ് വെച്ചുകൊണ്ട് എൻ്റെ കൈ കൊടുക്കണ്ട. ഈ സ്റ്റെപ്പാണ് വെച്ചോണ്ട് കൈ പൊക്കി, കണ്ടോ, കയറ്റി പിടിച്ചു. കൈ വന്നിരിക്കുന്നുണ്ടോ? വിരൽ കൃത്യമായിട്ട് നോക്കി. ഇനി ഒരു മറിക്കലാണ്. മറിക്കുന്നത് ഇത് തറയിൽ കല്ലുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ആളുടെ മരണമാണ്. തലയുടെ പിൻഭാഗം പൊട്ടിപ്പോകും. വളരെ ശ്രദ്ധിക്കണം. ഇത് വളരെ എൻ്റെ കുട്ടിക്ക് കേടുവരാതിരിക്കാനാണ് ഈ സ്പോഞ്ച് വരെ 3 മടക്കായിട്ടിരിക്കുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറിച്ചിടുമ്പോൾ പിൻഭാഗം തറയിലടിക്കും. തലയുടെ പിൻഭാഗത്തും കേടാകാതെയും തല പൊട്ടാതെയും സൂക്ഷിച്ച് നിങ്ങൾ പരിശീലിക്കുന്നതിൽ കുഴപ്പമില്ല. ശ്രദ്ധിച്ച് പരിശീലിക്കുക. ഇത്രയും കണ്ടാൽ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.